പിതാവിൽ നിന്നും അയക്കപ്പെടുന്ന ആശ്വാസകനാൽ ആശ്വസിപ്പിക്കപ്പെടുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26 മുതൽ 16-ാം അധ്യായം 4 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന ആശ്വാസകൻ, പിതാവിൽ നിന്നും പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. 3 കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദ്യം. ഒന്ന്, പിതാവിൻ്റെ അടുക്കൽ നിന്ന് വരുന്ന ആശ്വാസകൻ. സത്യാത്മാവിൻ്റെ ഉത്തരവാദിത്വവും ധർമ്മവും പിതാവിൽ നിന്നുമുള്ള ആശ്വാസം എനിക്ക് നൽകുകയും യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുകയും എന്നതാണ്. 2, യേശുവിനെ പ്രതി അനുഭവിക്കേണ്ടി വരുന്ന തിരസ്കരണം. 3, അവൻ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇവയൊക്കെയും ചെയ്യുന്നു അഥവാ നിങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ആശ്വാസകൻ, പരിശുദ്ധാത്മാവ്, ഉപദേശകൻ എൻ്റെ ചെവിയിൽ ആശ്ചര്യപ്പെടുത്തുന്ന വാർത്തകൾ മന്ത്രിക്കുന്ന ഒരു അന്യഗ്രഹ നുഴഞ്ഞുകയറ്റക്കാരനായി പ്രവർത്തിക്കുന്നില്ല. പകരം ഞാനായിരിക്കാനും എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കാനും എന്നെ സഹായിക്കുന്നു. ജെറുസലേമിലെ ആദ്യ കൗൺസിലിൽ പത്രോസും യാക്കോബും പൗലോസും വിജാതിയരെ പരിച്ഛേദനം ചെയ്യണമോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ അവർ തങ്ങളുടെ അനുഭവം പ്രതിഫലിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ വാദങ്ങൾ പരിഹരിച്ചു. അപ്പോൾ അവർക്ക് നിഗമനം ചെയ്യാൻ കഴിഞ്ഞു, പരിശുദ്ധാത്മാവിനും നമുക്കും അത് നല്ലതായി തോന്നുന്നു എന്ന്. ഇതാണ് പിതാവിൽ നിന്നും വരുന്ന ആശ്വാസകൻ, സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഈ അധ്യായത്തിൽ യേശു നമ്മോടൊപ്പം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മോടൊപ്പമുള്ളത് അവൻ ഇഷ്ടപ്പെടുന്നു. നാമുമായുള്ള അവൻ്റെ സൗഹൃദത്തെ കുറിച്ച് ശ്രദ്ധിക്കുന്നു എന്ന ഒരു അന്തരീക്ഷം, ഒരു പ്രതിപാദ്യ ചിന്ത ഇവിടെയുണ്ട്. പ്രാർത്ഥന എന്നത് നമ്മുടെ പ്രവർത്തനത്തിന് മുമ്പായി സന്നിഹിതരായിരിക്കുവാനുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ്. ദൈവമായതിനാലും ദൈവം ഉള്ളതിനാലും ദൈവം സ്നേഹമായതിനാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സമയത്തെ കൈമാറുന്നു. കരുതലുകളും സന്തോഷങ്ങളും സങ്കടങ്ങളും സ്നേഹനിധിയായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് കൈമാറുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ വചനത്തിലൂടെ പഠിപ്പിച്ചു. താൻ ഇനി അവരോടൊപ്പം ഇല്ലാതിരിക്കുമ്പോൾ അവരെ ജീവിതത്തിനായി ഒരുക്കി തന്നെ പിന്തുടരുന്നതിനാൽ അവർക്കെതിരെ എതിർപ്പുണ്ടാകുമെന്നും അവരുടെ ജീവന് അപകടം ഉണ്ടാകുമെന്നും അവൻ അറിയാമായിരുന്നു. അവരുടെ ആരാധനാലയങ്ങളിൽ നിന്നുള്ള നാടുകടത്തിൽ അവൻ അവരോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാൻ അവരെ പ്രേരിപ്പിക്കും. പ്രാർത്ഥന എന്നത് ദൈവവചനം ആവർത്തിച്ച് കേൾക്കുന്നതാണ്. അങ്ങനെ അത് നമ്മുടെ ദൈനംദിന ഭക്ഷണവും ദൈനംദിന അപ്പവും പോലെ നമ്മുടെ ഭാഗമായി തീരുന്നു അഥവാ തീരണം. ദൈവം നമുക്ക് വേണ്ടി നമുക്ക് സമ്മാനങ്ങൾ നൽകുന്നു. പക്ഷെ അവ സ്വകാര്യ സ്വത്തല്ല. സാക്ഷ്യം നൽകാൻ യേശു നമ്മോട് ആവശ്യപ്പെടുന്നു. എനിക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്നും എനിക്കാവശ്യമായ സഹായം ചോദിക്കാമെന്നും ഞാൻ ചിന്തിക്കുന്നു. സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാൻ എത്രമാത്രം നാം സ്വയം നഷ്ടപ്പെടുകയും നഷ്ടപ്പെടുത്തുവാനും മനസ്സാകണം എന്ന് അറിയാവുന്നതിനാൽ യേശുവിൻ്റെ ഈ വാക്കുകൾ ആവശ്യമുള്ള സമയങ്ങളിൽ ഓർക്കുവാനുള്ള ശക്തിയായി നാം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയായി കരുതേണ്ടതുണ്ട്. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഈ തിന്മ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ പിതാവിനെയും എന്നെയും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നന്മ പ്രവൃത്തി ലോകത്തിൽ ചെയ്യുവിൻ എന്ന് കർത്താവ് നമ്മോട് പറയാതെ പറയുകയായിരുന്നു. ഏവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.